അസ്സലാമലൈക്കും. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ. ആദ്യം ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുക്കുക, ഇഞ്ചി ചേർത്ത് കൊടുക്കുക, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക, പെരിഞ്ചീരകം കുറച്ച് ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുക, മല്ലിപ്പൊടി 3 സ്പൂൺ ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് വെള്ളം ഇളക്കി യോജിപ്പിക്കുക, ചെറിയ ഉള്ളി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഒരു കുക്കർ മൂടി വെക്കുക. 4 വിസിൽ അടിച്ചതിന് ശേഷം കുക്കർ ഓഫ് ചെയ്യുക. ആവി പോയതിന് ശേഷം കുക്കർ തുറന്ന് ആവി കളഞ്ഞതിന് ശേഷം കുക്കർ തുറന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ബീഫ് വറ്റിയത് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് പൊടി, മല്ലിച്ചപ്പിൻ്റെ ഇല, കരിവേപ്പിൻ്റെ ഇല, തക്കാളി, വലിയ ഉള്ളി ഇളക്കി യോജിപ്പിച്ച് ബീഫ് അതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക, മുളകും പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുക, മല്ലിപ്പൊടി 1 സ്പൂണ് ചേർത്ത് കൊടുക്കുക, പെരിഞ്ചീരപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക, ജീരകപ്പൊടി ഇളക്കി യോജിപ്പിക്കുക. വെള്ളം വറ്റിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിക്കുക. പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഇലയും കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് ഇളക്കിക്കാണ്ട് ഇറച്ചി പൊരിച്ച് റെഡിയായി. വെള്ളം വറ്റിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ ശേഷം കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് യോജിച്ച് അങ്ങനെ ഇത് ഓഫാക്കുക. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുക.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ബെൽ ബട്ടൺ അമർത്തുക.